ഗൈസ് ഇനി ഫോൺ ചാർജ് ചെയ്യാനിടുമ്പോൾ ഇതെല്ലാം ഓഫ് ആവും. ഫോൺ ചാർജറിന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ച് ഓൺ ആവുകയും ചെയ്യും. ഡിവൈസ് പെട്ടെന്ന് ചാർജ് ആവാനും ബാറ്ററി ഹെൽത്ത് നല്ലതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് എങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ആക്കി വെച്ചോ. കണക്ട് ഡിസ്കണക്ട് എന്ന് പറഞ്ഞ 2 ഷോർട്ട് കട്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ മതി. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് DM ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് കിട്ടിയ 2 ലിങ്കും ഇതുപോലെ നിങ്ങളുടെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനോട് ആഡ് ചെയ്യുക. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിലോട്ട് താഴെയുള്ള ഓട്ടോമേഷൻ സെക്ഷൻ എടുക്കുക. റൈറ്റ് സൈഡ് ടോപ്പിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാർജർ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കണക്റ്റഡ് സെലക്ട് ചെയ്യുക. റൺ ഇമീഡിയറ്റ്ലി നോട്ടിഫൈ വെൻ റൺ എന്നുള്ളത് ഓഫ് ചെയ്യുക. നെക്സ്റ്റ് എടുക്കുക. നമ്മളിപ്പോൾ ഡിവൈസ് ആഡ് ചെയ്ത കണക്ട് എന്ന് പറഞ്ഞ ഷോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യമുള്ളൂ. രണ്ടാമത്തെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെയിം എടുത്ത ചാർജർ സെലക്ട് ചെയ്യുക. അതിൽ ഈസ് ഡിസ്കണക്റ്റഡ് മാത്രം സെലക്ട് ചെയ്യുക. ഈസ് കണക്റ്റഡ് ടിക്ക് എടുക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിക്കോ. റൺ ഇമീഡിയറ്റ്ലി നോട്ടിഫൈ വെൻ റൺ ഓഫ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിസ്കണക്ട് എന്നുള്ള നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യമുള്ളൂ ഗൈസ്. ഇനി നിങ്ങൾ ഡിവൈസ് നിങ്ങൾ എപ്പോൾ ചാർജറിൽ കണക്ട് ചെയ്താലും ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ഡിവൈസിനകത്ത് ഓഫ് ആവും. എപ്പോൾ ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം തിരിച്ച് ഇനേബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഐഫോണിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ പേജ് ഇനി വരാനുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഡെയിലി മിസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ആക്കി വെച്ചോ. ഐഫോൺ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.